നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കേട്ടറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കേട്ടറ്റിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വിവരങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്. അപ്പോൾ അതിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്താണ്, ഒരവസരം പോലും ആർക്കും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കേട്ടറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 11-നാണ് കേട്ടോ. നവംബർ 11-നാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. ലാസ്റ്റ് ഡേറ്റ് 20-ാം തീയതിയാണ്, നവംബർ 20 ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ 11 കഴിഞ്ഞ ആ ഒരു 20-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിടാൻ മറക്കരുത്. പിന്നെ ഫൈനൽ പ്രിൻറ്റും എടുക്കേണ്ടതും എന്താണ് 20-ാം തീയതി തന്നെയാണ്. പിന്നെ ഹാൾ ടിക്കറ്റ് എടുക്കേണ്ടത് 2025 8-ലാണ് കേട്ടോ, ജനുവരി 8-നാണ്. പ്രത്യേകം ഓർക്കണം, ഹാൾ ടിക്കറ്റ് എടുക്കേണ്ട ഹാൾ ടിക്കറ്റ് എടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജനുവരി 8-നാണ്. അപ്പോൾ 11-ാം തീയതി മുതൽ, ഈ മാസം 11-ാം തീയതി മുതൽ നവംബർ 20, ഈ മാസം 20 വരെ സമയമുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കാറ്റഗറി 1, 2, 3, 4 എന്നിങ്ങനെയാണ് കേട്ടറ്റ് എക്സാം നടക്കുന്നത്. നമുക്ക് 3ഉം 4ഉം ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ മറ്റ് കാറ്റഗറിയിലുള്ളവരെന്ത് ചെയ്യുക, 18-ാം തീയതിയാണ് കാറ്റഗറി 1ഉം 2ഉം എക്സാം നടക്കുന്നത്. 18-ാം തീയതിയാണ്, അതായത് ജനുവരി 2025 18-ാം തീയതിയാണ്, ജനുവരി 18-നാണ് കാറ്റഗറി 1ഉം 2ഉം എക്സാം നടക്കുന്നത്. രാവിലെ 10 മുതൽ 12:30 വരെയാണ് കാറ്റഗറി 1ൻ്റെ എക്സാം. ഉച്ചക്ക് 2 മണി മുതൽ 4:30 വരെയാണ് കാറ്റഗറി 2ൻ്റെ എക്സാം. 3ൻ്റെ എക്സാം, കാറ്റഗറി 3ൻ്റെ എക്സാം നടക്കുന്നത് 19-ാം തീയതി, ജനുവരി 19-ാം തീയതിയാണ്. അത് 10 മണി മുതൽ 12:30 വരെ ആണ് സമയം. പിന്നെ കാറ്റഗറി 4ൻ്റെത് 19-ാം തീയതി തന്നെ, ജനുവരി 19-ാം തീയതി തന്നെയാണ്. അപ്പോൾ 2 മണി മുതൽ 4:30 വരെ. അപ്പോൾ കറക്റ്റ് സമയത്തെത്താനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഹോൾ ടിക്കറ്റ് എടുക്കണം, അങ്ങനെ ഒരുപാട് കടമകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ കേട്ടറ്റിനെ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മീഡിയം ഇംഗ്ലീഷാണോ മലയാളമാണോ എന്ന് നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഏതാണ് ഈസിയായി തോന്നുന്നത്, മീഡിയം എന്ന് തോന്നിയാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. അപ്പോൾ കാറ്റഗറി 4നും പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ, 4ന് മാത്രമല്ല കേട്ടോ, കാറ്റഗറി 1, 2, 3, 4 ഏതും ആയിക്കോട്ടെ, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കേട്ടിട്ട് നേടാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ.